ഭക്തി നിറവിൽ തിരുവൈരാണിക്കുളം പാർവതീദേവിയുടെ നട തുറന്നു. തിരുവാതിര നാളിൽ ഭക്തജനത്തിരക്ക്. പട്ടുടയാട് ചാർത്തി സർവാഭരണ വിഭൂഷിതയായ ദേവീദർശനത്തിൽ ഭക്തരുടെ മനവും മിഴിയും നിറഞ്ഞൊഴുകി. മഹോത്സവത്തിന് തുടക്കം കുറിച്ച് അകവൂർ മനക്ഷേത്രത്തിലെ കെടാവിളക്കിൽ നിന്ന് പകർത്തിയ ദീപവും ദേവിക്ക് ചാർത്താനുള്ള തിരുവാഭരണങ്ങളും മനയിലെ കാരണവരായ അകവൂർ കുഞ്ഞനീൻ നമ്പൂതിരിപ്പാട്, കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, നീരജ് കൃഷ്ണ, തപൻ ശങ്കർ എന്നിവരിൽ നിന്ന് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് എ മോഹൻകുമാർ, സെക്രട്ടറി എ എൻ മോഹനൻ, മാനേജർ എം കെ കലാധരൻ എന്നിവർ സ്വീകരിച്ചു. പുഷ്പാലങ്കൃത രഥത്തിൽ സ്ഥാപിച്ച തിരുവാഭരണങ്ങളും ദീപവും വാദ്യമേളങ്ങളുടെയും പൂതാലങ്ങളുടെയും വർണ്ണക്കാവടിയുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്രത്തിലെത്തിയ ശേഷം ദീപവും തിരുവാഭരണവും മേൽശാന്തി ഏറ്റുവാങ്ങി. ദേവിക്ക് പട്ടുടയാടയും ആഭരണങ്ങളും അണിയിച്ച് ദീപാലങ്കാരങ്ങൾ പൂർത്തിയാക്കി. ക്ഷേത്ര ഊരാഴ്മക്കാരായ അകവൂർ, വെടിയൂർ, വെൺമണിമനകളിലെ പ്രതിനിധികളും ഉത്സവ നടത്തിപ്പിനായി ദേശക്കാർ തിരഞ്ഞെടുത്ത സമുദായം തിരുമേനിയും ക്ഷേത്ര ട്രസ്റ്റ് പ്രതിനിധികളും ശ്രീ പാർവതീദേവിയുടെ പ്രിയ തോഴിയായി സങ്കല്പിക്കപ്പെടുന്ന പുഷ്പിണിയും നടക്കൽ സന്നിഹിതരായി. തുടർന്ന് പുണിയമ്മ നടക്കൽ വന്നു നിന്ന് സമുദായം തിരുമേനി മനക്കൽ മൂന്നിടത്തു നിന്നും എഴുന്നള്ളിയിട്ടുണ്ടോ എന്ന് 3 വട്ടം വിളിച്ചു ചോദിച്ചു. എത്തിയിട്ടുണ്ട് എന്ന് സമുദായം തിരുമേനി മറുപടി നൽകി. തുടർന്ന് നട തുറപ്പിക്കട്ടെ എന്ന് 3 വട്ടം വിളിച്ചു ചോദിച്ചു. തുറപ്പിച്ചാലും എന്ന് തിരുമേനി മറുപടി പറഞ്ഞു. തിരുമേനി നട തുറന്നാലും എന്ന് പുഷ്പിണി അറിയിച്ചതോടെ ശ്രീ പാർവതീദേവിയുടെ തിരുനട തുറന്നു. ദീപാരാധനയ്ക്ക് ശേഷം ദേവിയെ പാട്ടുപുരയിലേക്ക് ആനയിച്ചിരുത്തി. തുടർന്ന് ദേവിയുടെ തിരുനടയിൽ വ്രതം നോറ്റ മംഗമാർ തിരുവാതിര ചുവട് വെച്ച് പൂത്തിരുവാതിര കൊണ്ടാടി.